ഇനി വരാൻ പോകുന്ന ഗവർണർ എങ്ങനെയായിരിക്കും എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് CPM. തങ്ങളുമായി ഒരു പോരിന് നിൽക്കുന്ന ആളാകരുത് എന്നുള്ളതാണ് CPMന്റെ ആവശ്യം. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയ പ്രശ്നക്കാരനാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി CPM ഇപ്പോൾ കരുതിയാണിരിക്കുന്നത്. ആർലേക്കർ കേരള ഗവർണറാകുമ്പോൾ ചർച്ചകൾ പല വിധത്തിൽ മാറുകയാണ്. ചെറുപ്പത്തിലെ RSS ശിക്ഷണം കിട്ടി വളർന്ന ഗോവക്കാരനായ ആർലേക്കറിന് കേരളം നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ രാജ്ഭവനുമായുള്ള ബന്ധം ഊഷ്മളമാകുമെന്ന വലിയ പ്രതീക്ഷയൊന്നും ഇപ്പോൾ ഭരണ നേതൃത്വം വെച്ചു പുലർത്തുന്നില്ല. എങ്കിലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ആരിഫ് മുഹമ്മദ് ഖാന്റെ അത്ര വലിയ പ്രശ്നം ഒന്നും ആർലേക്കറിൽ നിന്ന് CPM പ്രതീക്ഷിക്കുന്നതുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പിണറായി സർക്കാരിനേക്കാൾ വിറളി പിടിച്ച് നടക്കുന്നത് CPM ആണ്. നമുക്കറിയാം, കേരളത്തിൽ സർക്കാരിനെയും CPMനെയും ഒക്കെ വലിയ രീതിയിൽ വെള്ളം കുടിപ്പിച്ച ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നാൽ പല സമയങ്ങളിൽ പിണറായി സർക്കാരിന് വേണ്ട വിധത്തിൽ സഹകരണങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ആളുമാണ്. സർവകലാശാല വിഷയത്തിലാണ് ഗവർണറും സർക്കാരും CPMും തമ്മിൽ വലിയ പോര് നടന്നത്. ആ പോര് തെരുവിലേക്കും ഇറങ്ങിയത് നമ്മൾ കണ്ടതാണല്ലോ. ആർലേക്കറും സർവകലാശാല വിഷയത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയേറെയാണ്. നമുക്കറിയാം, ഒരു വേള ആരിഫ് മുഹമ്മദ് ഖാനും തന്റെ പദവിയുടെ മഹത്വം മറന്നുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനായി പ്രവർത്തിച്ചിട്ടുള്ളത് കേരളം കണ്ടിട്ടുള്ളതാണ്. കാരണം ചില രാഷ്ട്രീയ നിയമനങ്ങൾ ആരിഫ് ഖാനും സർവകലാശാലകളിൽ നടത്തിയിട്ടുണ്ട്. CPMനെ നമ്മൾ വിമർശിക്കുന്നത് എന്ത് കാര്യത്തിലാണ്? സർവകലാശാലകളിൽ ഇവരുടെ അപ്രമാദിത്വം ഉള്ളതുകൊണ്ടാണ്. അതായത് രാഷ്ട്രീയ വേദികളാക്കി ഇവർ സർവകലാശാലകളെ മാറ്റിയതിലാണ്, ഇവരുടെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ്. ആർലേക്കർ വരുമ്പോഴും സർവകലാശാല വിഷയത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുത്താൽ അത് CPMനെയും സർക്കാരിനെയും വെട്ടിലാക്കും. അങ്ങനെയെങ്കിൽ വീണ്ടും പോര് തെരുവിലേക്ക് നീങ്ങും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. തുടക്കത്തിൽ ഗവർണറുമായി ഏറ്റുമുട്ടാൻ CPMോ സർക്കാരോ ശ്രമിക്കില്ല എന്നുള്ളതാണ് വിവരങ്ങൾ. രാജ്ഭവനിലെ നീക്കങ്ങൾ നിരീക്ഷിച്ചാകും സമീപനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഗോവയിൽ BJPയെ അധികാരത്തിലെത്തിച്ച നേതാക്കളിൽ പ്രധാനിയാണ് ആർലേക്കർ. 2002 പാർട്ടിക്ക് വേണ്ടി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറന്നത് ആർലേക്കറുടെ ത്രസിപ്പിക്കുന്ന വിജയത്തിലൂടെയായിരുന്നു. പിന്നീട് പാർട്ടിക്ക് ഗോവയിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കേരളത്തിലും ക്രൈസ്തവരെ കൂടെ നിർത്തിയുള്ള മുന്നേറ്റമാണ് BJP ലക്ഷ്യമിടുന്നത്. അതായത് ക്രൈസ്തവർക്കിടയിൽ നുഴഞ്ഞു കയറാൻ ആർലേക്കറെ ഉപയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ സഭകളുമായി ഏറെ അടുപ്പമുള്ള വ്യക്തി കേരളത്തിലെ രാജ്ഭവനിലെത്തുന്നത്. കേരള രാഷ്ട്രീയത്തിൽ അത് ചലനം ഉണ്ടാക്കുമെന്നാണ് BJP കരുതുന്നത്. ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാർ സർക്കാരുമായും ആർലേക്കർ കുമ്പുകോർത്തിരുന്നു. ഒരു വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം മുൻനിർത്തി തന്നെയാണ് ആർലേക്കർ എത്തുന്നത്. കേരളത്തിലെ സർവകലാശാലകളിലും ആർലേക്കർ ഇടപെടുമെന്ന് ഉറപ്പാണ്. ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മോദി സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തുറന്ന ഏറ്റുമുട്ടലിലാണ് കലാശിച്ചത്. ഗവർണർ പദവി എന്നത് അത് ഭരണഘടനാ പദവിയാണ്. എന്നാൽ ആർലേക്കറും ആരിഫ് ഖാനും ഒക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന രീതിയിൽ തന്നെ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതും മറക്കരുത്. ആർലേക്കറുടെ കാര്യം, ഗോവ സ്വദേശിയായ ആർലേക്കർ RSSലൂടെ വളർന്നു വന്ന നേതാവാണ്. ദീർഘകാലം RSS പ്രചാരകായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത്. SFI ആരിഫ് ഖാൻ പോര് തെരുവിൽ കത്തിയാളുന്നത് നമ്മൾ കണ്ടു. പലപ്പോഴും അതിരുവിട്ടു പോകുന്ന സമരവും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ കേരളത്തിൽ നടന്നു. അതുപോലെ തന്നെയാണ് വീണ്ടും നടക്കാൻ പോകുന്നതെങ്കിൽ സർക്കാരും വെട്ടിലാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ആർലേക്കർ വരുന്നതും കാത്ത് നോക്കിയിരിക്കുകയാണ് CPM. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.